ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 252 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാഗം സെപ്റ്റുവജിന്റെ പരിഭാഷ. BC 285 മുതൽ 247 ടോളമി ഫിലാഡൽഫസ് ഭരിക്കുന്ന കാലം അലക്സാന്ദ്രിയയിലെ ഗ്രീക്ക് ലൈബ്രറിയിൽ യഹൂദന്മാരുടെ തിരുവെഴുത്തിന്റെ പകർപ്പ് വയ്ക്കണമെന്ന് പ്രസ്താവിച്ചു. അതിനായി അന്നത്തെ മഹാപുരോഹിതനോട് പരിഭാഷ ചെയ്യാനുള്ള പണ്ഡിതന്മാരെ ആവശ്യപ്പെട്ടു. ഏറ്റവും നല്ല പണ്ഡിതന്മാരായിരിക്കുന്ന 70 പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തു. അവർ 70 ദിവസം കൊണ്ട് അവർ 70 പേരും 70 റൂമിലിരുന്ന് ഇവർ തമ്മിൽ കാണാതെ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലെ ആ പുസ്തകം ക്രമീകരിച്ചു. പഴയ നിയമം ഗ്രീക്കിലേക്ക് പരിഭാഷ ചെയ്തു. പ്രധാനമായി ചില കാര്യങ്ങളാണ് ഇത്. പ്രധാനമായിട്ട് പഴയ നിയമം ഒരു ഗ്രന്ഥമാക്കുക. അടുത്തത് മറ്റുള്ളതായ ജാതികൾ, ലോകജാതികൾ ഇത് വായിക്കാൻ വേണ്ടിയും കൂടെയാണ്. വിശുദ്ധ ബൈബിളുള്ള ബന്ധത്തിലെ ദൈവം ഓരോ കാലത്തും ഓരോരുത്തരെ ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ മൂല്യം ലോകത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയും ദൈവം ഓരോ കാലത്തെ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കാറുണ്ട്. കാരണം ഇത് സത്യവചനമാണ്, നിത്യജീവന്റെ പുസ്തകമാണ്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലുണ്ട്. അവിടെ നിന്ന് ദൈവം തൻ്റെ ജനത്തെ തെരഞ്ഞെടുത്ത് അവരിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ എന്നൊരു കാര്യം ഓർത്തുകൊള്ളുക. ഇത് മനുഷ്യന്റെ ഒരു അഭിപ്രായങ്ങളും ഇതിനകത്തില്ല. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ അരുളപ്പാടുകൾ മാത്രമായിരിക്കുന്നു എന്നും കൂടെ ഈ സമയത്തെ ഓർപ്പിച്ചുകൊള്ളും. എന്നാൽ ഈ കാലങ്ങളിലൊന്നും അപ്പോക്രിഫ എന്ന പുസ്തകം ഇല്ലായിരുന്നു. അത് 1-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിലൊന്നും അത് വന്നിട്ടില്ല. പുതിയ എഴുതുമ്പോഴൊന്നും ഈ അപ്പോക്രിഫ എന്ന പുസ്തകം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്നാൽ ഇതെന്നുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലെ കത്തോലിക്കരായിരിക്കുന്നവരെ ഈ പുസ്തകം എങ്ങനെയൊക്കെ ക്രമീകരിച്ചു. അത് ബൈബിളിനോട് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് ദൈവീകമല്ലാത്തതിനാല് അത് മനുഷ്യന്റെ ചില കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്ന് വരെ ഇല്ലെങ്കിലും അവരുടെ പുസ്തകത്തിനകത്തുണ്ട്, അതിനകത്ത് വലിയ കാര്യമില്ലെങ്കിലും സത്യവേദ പുസ്തകത്തിലും ഒന്നും ഈ പറയപ്പെട്ട പുസ്തകങ്ങൾ കയറിയിട്ടില്ല. കാരണം ദൈവത്തിന്റെ വകയല്ല, മനുഷ്യന്റെ ചിന്താഗതിയിലായിരുന്നു എന്നും കൂടെ നമ്മളെ ഈ സമയം ഓർക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദൈവത്തിന്റെ വചനം ദൈവശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ ദൈവം ഈ വചനത്തിന് ജീവൻ നൽകി. ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തിലുള്ള ഏത് വാളിനെക്കാട്ടും മൂർച്ചയുള്ളതാണ് ദൈവവചനം. ദൈവവചനത്തിന് പകരം ദൈവവചനമേ ഉള്ളൂ. പകരം വെക്കാൻ ഒരു വസ്തുവുമില്ല. കാരണം ഏക ദൈവം, ഏക സത്യവചനം. അതിനപ്പുറത്ത് രണ്ടാമത് ഒരു ദൈവം സ്വർഗത്തിലൊന്നും ഇല്ല. ഏക ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന് പകരം വെക്കാൻ വേറൊരു വസ്തുവുമില്ല. ഇത് പ്രമാണിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. ഇത് ഒത്തിരി പേര് അനുഗ്രഹം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതൊക്കെ വെറുതെ വ്യാജമാണ്. ജനത്തെ വഞ്ചിക്കുകയാണ്, ജനത്തെ നശിപ്പിക്കുകയാണ്,
ജനത്തെ ദ്രവ്യാഗ്രികളാക്കുകയാണ്. ജനത്തിന് ഒരു പണിയും ചെയ്യാതെ ഇപ്പം ദൈവം അനുഗ്രഹിക്കൂ എന്നും പറഞ്ഞ് ഉപവാസം ഒന്ന് പട്ടിണി എടുത്ത് വെറുതെ പരാജയപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഒരു കാര്യം, ഈ വചനത്തിന് സത്യം മനസ്സിലാക്കി ഇതിൻ പ്രകാരം നീതിയോടും വിശുദ്ധിയോടും സത്യത്തിനോട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം തരും. മറ്റേത് മുഴുവൻ വ്യാജമാണ് എന്നുള്ള കാര്യം ഓർപ്പിച്ചും ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹക്കാരെ വിളിച്ച് യോഗം നടത്തരുത്. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അനുഗ്രഹം മാത്രം പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർപ്പിക്കുന്നതാണ് ദൈവവചനം. അല്ലാതെ ഇതിന്റെ പേര് പച്ച മലയാളം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. എങ്ങനെങ്കിലും പുത്തൻ അവരുണ്ടാക്കാൻ വേണ്ടി നമ്മളെ വ്യാജമായിട്ട് ഈ നിലവാരത്തിലാക്കുന്നു. അവിടെ എന്റെ കേൾവിക്കാരവരെ, നിങ്ങളൊരു കാര്യം ഓർത്തു കൊള്ളുക, സത്യവചനപ്രകാരം ജീവിച്ചാൽ ദൈവം നമുക്ക് ഭൂമിയിൽ അനുഗ്രഹമൊക്കെ തരും. എന്റെ സന്ദേശം കേട്ടിട്ട് ഒത്തിരി ആളുകളെ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കഴിവിന്റെ പരമാവധി ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പല ആളുകളെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കഴിവിനും പ്രാപ്തിക്കും ഒത്തവണ്ണം ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത സഹോദരങ്ങളെ, ആദ്യമില്ല, പ്രവചനങ്ങളൊക്കെ നിറവേറി. ഇന്ന് ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വരവാണ്. ഗാസ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സ്വന്തം സ്ഥലമാണ്. ഞാൻ വിവരിക്കാനായിട്ട് സമയം ഒത്തിരി വേണം. ഞാൻ അവിടെ ഭാഗത്തേക്ക് പോകുന്നില്ല. ഭാരതത്തിൽ ഒരു ഉണർവുണ്ടാകും, തീർച്ചയാണ്. ആയിരങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇന്ന് വടക്കേ ഇന്ത്യയിൽ പല ജയിലുകളിൽ നിരപരാധികളായിരിക്കുന്നവരെ തുറങ്കിൽ അടിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് അല്പമായി സ്വാതന്ത്ര്യം തന്നുകൊണ്ടിരിക്കുന്നു. അനവധി ആളുകളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളും പ്രാർത്ഥിക്കൂ, അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം.